ഈശ്വർ മാൽപേ അടുത്ത സ്പോട്ടിലേക്ക് സിഗ്നൽ ലഭിച്ച അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡെങ്കി ബോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് പ്രധാനപ്പെട്ട ദൗത്യം നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ദൂരെ മാറി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിൽ നമുക്ക് ഈശ്വർ മാൽപയുടെ യാത്രകളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഷോട്ടിൽ നമ്മുടെ കാഴ്ചവട്ടത്തിൽ നമ്മുടെ ദൃശ്യങ്ങളിൽ അദ്ദേഹം ഉണ്ട്. ഈശ്വർ മാൽപേ ഒരുപക്ഷെ ഈശ്വർ മാൽപേ ഇന്ന് വളരെ കമ്മിറ്റഡ് ആയിട്ടാണ് ഇന്ന് മുങ്ങാൻ ഇറങ്ങിയിരിക്കുന്നത്. 2 തവണ ഈ നദിയുടെ ആഴങ്ങളിൽ അദ്ദേഹം മുങ്ങിത്തപ്പി. അദ്ദേഹം 3-ാം തവണ മുങ്ങൽ നടത്താനായി അദ്ദേഹം വിദഗ്ധനാണ്. അദ്ദേഹം ഈ രംഗത്ത് എനിക്കൊപ്പം ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു. ആഷ്മി, നമ്മൾ പരിചയപ്പെട്ട മാൽപേ കേരളത്തോട് വലിയ കമ്മിറ്റ്മെൻറ്റാണ് അദ്ദേഹം കാണിക്കുന്നത്. പക്ഷേ പല ആളുകളും കരുതുന്നില്ല, വയനാട്ടിൽ നമ്മൾ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന ഈ വേളയിൽ പോലും അദ്ദേഹം ഈ ദൗത്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്താണ് അദ്ദേഹം ഈ സ്പോട്ടിലെത്തുന്നത്. കുറേ നേരം അദ്ദേഹം ജില്ലാ കളക്ടറുടെ തീരുമാനത്തിന് കാത്തിരുന്നു. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് പുഴയിൽ ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഒരുപക്ഷെ ഗംഗാവലി പുഴയിലെ കാലാവസ്ഥ ഇന്ന് വളരെ അനുകൂലമായി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അടിയൊഴുക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു. വളരെ ശാന്തമായി ഈ പുഴ ഇന്ന് ഒഴുകുന്നു. ഒരുപക്ഷെ അർജുൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം, അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന ഒരു അവസാനത്തെ കാര്യം ഇന്ന് അറിയാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ഈശ്വർ മാൽപേ ഇന്നത്തെ മോർണിംഗ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ നമ്മോട് പറഞ്ഞത്. നമ്മോട് പറയുക മാത്രമല്ല, അദ്ദേഹം ഈ നമ്മുടെ അർജുൻ്റെ സഹോദരി അഞ്ജുവിനോടും അദ്ദേഹം ഈ ഉറപ്പ് നൽകി. ആ കുടുംബത്തിനോട്, ആ അമ്മയോട് അവരുടെ കുറച്ച് ദിവസങ്ങളായി അവർ കണ്ണീർ തുറന്നിട്ടില്ല. ഈ കാര്യത്തിൽ അവരോടുള്ള വാക്ക് പാലിക്കുമെന്ന രീതിയിലാണ് ഈശ്വർ മാൽപേ പറഞ്ഞു വെച്ചത്. എനിക്കറിയാം, ഈശ്വർ മാൽപേ നേരിട്ട് പരിചയപ്പെടുകയും സംസാരിക്കുകയും അവിടെ ദിവസങ്ങളോളം കഴിയും. രാപകൽ ഭേദമൻ ഈ വിവരം 24 പ്രേക്ഷകരുമായി സംവദിക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരു വാർത്താ പ്രതിനിധി എന്ന നിലയിൽ ഇന്നത്തെ ദൗത്യത്തെക്കുറിച്ച് എന്താണ് ആഷ്മിക്ക് പറയാനുള്ളത്? ഉറപ്പായും എസ്കേനി, ഈശ്വർ മാൽപേ ഏതെങ്കിലും തരത്തിൽ ഷോ ഓഫ് കാണിക്കലല്ല, ഏതെങ്കിലും തരത്തിൽ കാപട്യമല്ല. അത് ആത്മാർത്ഥമായ മലയാളത്തോടുള്ള സ്നേഹമാണ്, അർജുൻ്റെ കുടുംബത്തോടുള്ള പ്രതിബദ്ധതയാണെന്ന് അതിൽ തർക്കം വേണ്ട എസ്കേനി. അത് പറയാനുള്ള കാരണം, നമ്മൾ ഈ ദൗത്യം ഔദ്യോഗികമായി ഏതാണ്ട് ഔദ്യോഗികമായി നിർത്തി എന്നതിന് ശേഷവും അദ്ദേഹം മാൽപേ 2 അവിടെ വന്നതാണ്. 2 ഈ പറയുന്ന അനുകൂല കാലാവസ്ഥ അല്ലെങ്കിൽ കൂടി ഞാൻ ഇറങ്ങാം എന്ന് മാൽപേ പറഞ്ഞാണെന്നൊന്നും ഈ ജില്ലാ ഭരണകൂടം അനുവാദം കൊടുത്തില്ല. ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ അദ്ദേഹം ഇറങ്ങും എന്ന് വാശി പിടിച്ച് ഗംഗാവാലി പുഴയുടെ തീരങ്ങളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പോലീസ് എത്തി FIR ഇടും എന്നൊക്കെ പറയുമ്പോഴാണ് ഈശ്വർ മാൽപേ അത്രത്തോളം ഒരു വ്യവഹാര സങ്കീർണതയിലേക്കൊന്നും പോകാൻ വയ്യാത്ത ഈശ്വർ മാൽപേ അവിടെ നിന്ന് മടങ്ങുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാൽപേക്ക് ഏത് വിധേനയും അർജുൻ്റെ വീട്ടുകാർക്കൊരു മറുപടി കൊടുക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉത്തരവാദിത്തം പോലെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു മാൽപേ നമ്മൾ കണ്ടു. ഏറ്റവും അദ്ദേഹത്തിന് ആദ്യ ദൗത്യത്തിന് ഇറങ്ങുമ്പോൾ ആ സമയം ഓർക്കണം എസ്കേൻ, ഇതിൻ്റെ 6-8 നോട്ടിൽ ഈ ഗംഗാവലി പുഴ, ഇപ്പോൾ ഈ ശാന്തമായി കാണുന്ന ഗംഗാവലി രൗദ്രമായി ഒരു നിവൃത്തിയുമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്ന സമയമാണ്. ആ സമയത്ത് നാവികസേനയ്ക്ക് പോലും ഇറങ്ങാൻ കഴിയാതെ ഇരുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഓൺ റിസ്കിൽ അങ്ങോട്ടേക്ക് എടുത്ത് ചാടിയത്. ആ സമയത്ത് ആ ചാട്ടം വലിയ ജീവൻ പണയം വെച്ച റിസ്കി ചാട്ടമായിരുന്നു. ആ ചാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കയറഴിഞ്ഞു പോകുന്നത്, അദ്ദേഹം ദൂരേക്ക് ഒഴുകിപ്പോയതും പിന്നീട് മീറ്ററുകൾക്കപ്പുറത്ത് അദ്ദേഹം പൊങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ് നാളുകൾക്ക് മുൻപാണ്. അതിനുശേഷം വയനാട് ഉണ്ടാകുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് സ്വാഭാവികമായും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. നമ്മൾ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, NDRF സംഘം കൂടി പുഴയിൽ ഇറങ്ങി എന്നുള്ളതാണ്. എൻ്റെ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നാവികസേനയുടെ സംഘം കൂടി പുഴയിലിറങ്ങി. ഇതുവരെ യഥാർത്ഥത്തിൽ ഔദ്യോഗികമായൊരു അനുവാദമുണ്ട് എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ആ സംശയത്തിനൊക്കെ അവസാനം കൽപ്പിച്ചുകൊണ്ട് നാവികസേനയുടെ ദൗത്യ അംഗങ്ങൾ കൂടി ഇപ്പോൾ ഗംഗാവലി പുഴയിലിറങ്ങി ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3ാമത്തെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ, അതിനൊപ്പമാണ് നാവികസേന. ഉറപ്പായും നാവികസേനാ സംഘം രാവിലെ എത്തുമെന്ന് അറിയിച്ചത്, പക്ഷേ എത്തിയിരുന്നില്ല. അതാ ഇപ്പോൾ നാവികസേന എത്തിയിരുന്നു. അപ്പോൾ ഇന്ന് എസ്കേൻ ഒരു കാര്യം ഉറപ്പായും പറയാം, നമ്മൾ ആ 16-ാം തീയതി ആ മണ്ണിടിഞ്ഞുണ്ടായ വലിയ ദുരന്തത്തിന് ശേഷം നമ്മൾ പല തിരച്ചിൽ കണ്ടു, പല രീതിയിൽ പുഴയിലും കരയിലും തിരച്ചിൽ കണ്ടു. അവിടെ ഒന്നും ഏതാണ്ടൊരു മറുപടിയുടെ അംശം പോലും കിട്ടിയിരുന്നില്ല. ചില സൂചനകൾ, ഏറ്റവും ക്രൂഷ്യലായ ചില സൂചന കിട്ടിയതല്ലാതെ ഒരു മറുപടിയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ദിവസം നടക്കുന്ന ഇന്ന് ഈ തിരച്ചിൽ, ആ തിരച്ചിൽ ദൗത്യത്തിനിടയിൽ ഏറ്റവും ക്രൂഷ്യൽ ദിവസമാണെന്ന് തന്നെ പറയാം. കാര്യം ഈശ്വർ മാൽപേ ഈ ആഴങ്ങളിൽ, ഈ പുഴയാഴങ്ങളിലേക്ക് പലയാവർത്തി മുങ്ങി പരിശോധിച്ചു. ഈശ്വർ മാൽപേ ഇപ്പോൾ പുഴക്കടിയിലുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നാവികസേനയുടെ സംഘം കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. നാവികസേനയുടെ സംഘാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ആഷ്മി, നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്യുന്ന അരുൺ ഒരു കാര്യം കൂടി അറിയിക്കുന്നു, നേവി സംഘം തെരച്ചിലിന് പൂർണ്ണ സജ്ജമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗംഗാവാലി പുഴയിൽ ആഴത്തിൽ അമർന്നു കിടക്കുന്ന ലോറിയോ അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താൻ കഴിയാൻ എല്ലാവിധമായ സജ്ജീകരണങ്ങളുമായിട്ടാണ് നേവി സംഘം അവിടെ
അവിടെ എത്തിയിട്ടുള്ളതെന്ന് അരുൺ പൂപ്പറമ്പ ഈ ഗംഗാവലി പുഴയ്ക്കരികിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊരു വലിയ വാർത്ത തന്നെയാണ്. NDRF സംഘം ഓൾറെഡി പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞു. അതുപോലെ നേവി സംഘവും പുഴയിലുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ തെരച്ചിലിനായി നമ്മുടെ ഈശ്വർ മാൽപേ പുഴയിലുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഈശ്വർ മാൽപേ വാഗ്ദാനം ചെയ്തതുപോലെ ഒരു പൂർണ്ണമായ ഒരു വിവരം ആഷ്മി പറഞ്ഞ പോലെ നമുക്ക് കിട്ടുമെന്നാണ് വിശ്വാസം. അദ്ദേഹം അർജുൻ്റെ അമ്മയോടും ഒക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന് ഒരു വിവരം, അർജുൻ എന്താ സംഭവിച്ചത്, അർജുൻ്റെ ലോറി അഗാധങ്ങളിൽ മുങ്ങിപ്പോയോ, അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അദ്ദേഹത്തിന് നൽകാൻ കഴിയും. അപ്പോൾ ദൗത്യസംഘം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ ഈ ദൗത്യ സംഘം ഈ പുഴയുടെ അഗാധങ്ങളിൽ അമർന്നു കിടക്കുകയാണ്. നമ്മുടെ അർജുനെങ്കിൽ അർജുനെ ഇന്ന് കണ്ടെത്താൻ കഴിയും, അതല്ലെങ്കിൽ ഈ ലോറി കണ്ടെത്താൻ കഴിയും. എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി മടങ്ങുമെന്ന രീതിയിലായിരുന്നു ഈശ്വർ മാൽപേ ഇന്ന് അല്പം മുമ്പ് മോർണിംഗ് ഷോയിൽ നമ്മോട് പറഞ്ഞത്. ആ വാക്കുകളിൽ വലിയ ആത്മവിശ്വാസം പ്രകടമായിരുന്നു. മാത്രമല്ല അദ്ദേഹം കേരളത്തോടും കേരളത്തിലെ മക്കളോടും ഈ കോഴിക്കോട്ടെ അർജുൻ്റെ കുടുംബത്തോടും ഒക്കെ അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ആത്മവിശ്വാസത്തോടെയും വളരെ ആത്മാർത്ഥതയോടെയും ആയിരുന്നു കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ദൗത്യസംഘം പൂർണ്ണ സജ്ജമായി. ഇപ്പോൾ ഈശ്വർ മാൽപേ മൂന്നാമത് ഡൈവ് ചെയ്തു എന്നാണ് അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. ആഷ്മി, ഈശ്വർ മാൽപേ മൂന്നാമത് ഡൈവ് ചെയ്യുന്നു. ഒപ്പം നാവികസേനയുടെ സംഘം എത്തിയിരിക്കുന്നു. പ്രേക്ഷകർ കാണുന്നത് ബ്ലാക്ക് ഡിങ്കി ബോട്ടുകളിൽ നാവികസേനയുടെ സംഘമാണ്. നാവികസേനയുടെ സംഘം നമ്മൾ നേരത്തെ ഓർമ്മയുണ്ട്, നമുക്ക് 13 നാൾ നീണ്ട അല്ലെങ്കിൽ 12 നാൾ നീണ്ടു എന്ന ആ ദൗത്യത്തിൽ ഒരു ദിവസം പോലും നാവികസേനയുടെ വിദഗ്ധ ഡൈവർമാർക്ക് അതിനുള്ളിലേക്ക് ആഴത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണം ഈ ഗംഗാവലി പുഴയുടെ വലിയ ഒഴുക്കാണ്. 6 to 8 നോട്ടിക്കൽ നോട്ടായിരുന്നു അന്നത്തെ വലിയ പുഴ, വലിയ ഒഴുക്ക്. ആ നോട്ടിൽ നിന്നും ഇപ്പോൾ അത് കുറഞ്ഞ് 2 നോട്ട് 3 നോട്ട് വരെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ശാന്തമാണ് ഈ ഗംഗാവലി പുഴ എന്ന കാര്യത്തിൽ തർക്കവുമില്ല. നാവികസേനാ സംഘങ്ങൾ കൂടി ഇപ്പോൾ ഈശ്വർ മാൽപേ പോലെയല്ല, ഈശ്വർ മാൽപേക്കാൾ കൂടുതൽ ഉറപ്പായും സാങ്കേതികത കൊണ്ടും ഉറപ്പായും ഈ ഡൈവിംഗ് ഗിയേഴ്സ്, കൂടുതൽ അത്യാധുനികമായ ഡൈവിംഗ് ഗിയേഴ്സ് കൊണ്ടും ഒക്കെയും നാവികസേന ഈശ്വർ മാൽപേക്കാൾ ബഹുദൂരം മുന്നിലാണ്. അത് അങ്ങനെ തന്നെ ആകുകയും വേണം. ഇപ്പോൾ എന്തായാലും നാവികസേനാ സംഘം കൂടി ഈ പറഞ്ഞ സ്പോട്ട് 4 അല്ലെങ്കിൽ സ്പോട്ട് 3, സ്പോട്ട് 4 എന്ന് പറയുന്ന മേഖലകളിലേക്ക് ഡൈവ് ചെയ്യുകയാണ്. ഈശ്വർ മാൽപേയുടെ ഫസ്റ്റ് ഡൈവിൽ തന്നെ നമ്മൾ കണ്ടു, ഒരു വാഹനത്തിൻ്റെ ഭാഗം നമ്മൾ കണ്ടെത്തി. ആ വാഹനത്തിൻ്റെ ഭാഗം എന്നുള്ളത് പക്ഷേ നമ്മുടെ അർജുൻ്റെ ലോറിയുടെ ഭാഗമല്ല. ഇന്നലെയും ആ മേഖലയിൽ നിന്നും അർജുൻ്റെ ലോറിയുടെ ജാക്ക് ലിവർ ഒരു വാഹനത്തിൻ്റെ ഭാഗം നമ്മൾ കണ്ടെത്തിയതാണ്. അത് ഒരു 100 അടി അകലെ എന്ന് പറഞ്ഞാൽ പുഴയുടെ തീരത്തു നിന്നും 100 അടി അകലേക്ക് മാറി 35 അടി ആഴത്തിലാണ് ഇന്നലെ ഈ ഭാഗം കണ്ടെത്തിയത്. അവിടെ കണ്ടെത്തിയത് ഈ അർജുൻ്റെ നമ്മൾ തിരയുന്ന, നമ്മൾ ആകാംക്ഷാപൂർവ്വം ഒരു പോസിറ്റീവ് വാർത്തയ്ക്ക് വേണ്ടി തിരയുന്ന ലോറിയുടെ ഭാഗം മാത്രമായിരുന്നില്ല. അതിനടിയിലുള്ള ഗ്യാസ് ടാങ്കിന് 2 ഭാഗങ്ങൾ കൂടി ഇന്നലെയും കണ്ടെത്തിയതാണ്. അതുകൊണ്ട് ഈ വാഹനങ്ങളുടെ ഒരുപക്ഷെ തകർന്നോ അല്ലാതെയോ ഒക്കെ കിടക്കുന്ന വാഹനങ്ങളുടെ ഭാഗങ്ങൾ അതിനിടയിൽ കാണപ്പെടുന്നു. ഈ ടാങ്കർ ഒരുപക്ഷെ അത് ടാങ്കറിന്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്താനുള്ള കാരണം ടാങ്കർ അത്തരത്തിൽ പലതായി ചിതറിയാണ്. മറ്റൊരു വിവരം കൂടി അറിയിക്കുന്നുണ്ട്. നേവിയുടെ 2 അംഗങ്ങൾ കൂടി ഡൈവ് ചെയ്യും, അഗാധങ്ങളിൽ ഒരു മുങ്ങിത്തപ്പും എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. നേവിക്ക് അനുമതി ലഭിച്ചു. ഇതുവരെ അവർ അനുമതി കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. എന്തായാലും അവർക്ക് ഔദ്യോഗികമായ അനുമതി ലഭിച്ചു. നമ്മുടെ മുങ്ങൽ വിദഗ്ധർ, നേവി ഒരുപാട് ഇതേപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ വലിയ പുഴകളുടെയും നദികളുടെയും കടലിൻ്റെയൊക്കെ അഗാധങ്ങളിൽ മുങ്ങിത്തപ്പി ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തുകയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്ത നമ്മുടെ അഭിമാനമായ ഇന്ത്യൻ നേവിയുടെ ദൗത്യ സേനാംഗങ്ങൾക്ക് ഔദ്യോഗികമായ അനുമതി ലഭിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേവിയുടെ 2 അംഗങ്ങൾ ഈ ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിൽ ഇറങ്ങും. അവർ ഈ പുഴയുടെ അഗാധങ്ങളിൽ ഈ ലോറിക്കും അർജുനുമായി അന്വേഷണം നടത്തും. ഒരുപക്ഷേ ഈ ദൗത്യ സംഘം സംഘടിതമായി ഇന്ന് പൂർണ്ണ സജ്ജരായി ഈ ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷ നിർഭരമായി ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഗംഗാവലി പുഴയിലുണ്ട്. അപ്പോൾ ഈ പുഴയുടെ അഗാധങ്ങളിൽ എന്തായാലും നമ്മളെ കാത്തൊരു വാർത്ത ഇരിക്കുന്നു എന്ന് വേണം കരുതാൻ. നാവികസേനയുടെ 2 അംഗങ്ങൾ കൂടി ഡൈവ് ചെയ്യാൻ തീരുമാനിക്കുന്നതോടെ ഈ ഈശ്വർ മാൽപേ കൂടാതെ 2 പേര് കൂടി വരും. അതുപോലെ NDRF സംഘവും ഇപ്പോൾ ഈ പുഴയിലുണ്ട്. അപ്പം ദൗത്യ സംഘം വളരെ സജ്ജമായിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. താങ്ക്സ് ടു ഇന്ത്യൻ നേവി, അവരും കൂടി ഈ അന്വേഷണത്തിൽ പങ്കാളികളാകുന്നു എന്ന നല്ല വാർത്ത പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നു. എന്തായാലും ആഴങ്ങളിൽ കൂട്ടത്തെരച്ചിലുണ്ടാകും എന്നാണ് പറയുന്നത്. ഇന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വിധി നിർണയം ഉണ്ടാകണം എന്ന കാര്യത്തിൽ ദൗത്യ സംഘങ്ങൾക്ക് സംശയമില്ല. വളരെ ദൂരേക്ക് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. അതേസമയം ഈ നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിൽ ഇപ്പോഴും ഈ ദൗത്യ സംഘങ്ങളുണ്ട്. വളരെ ദൂരേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഛായാഗ്രാഹകനത് പകർത്തി കാണിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേവിയുടെ 2 അംഗങ്ങൾ കൂടി ഡൈവ് ചെയ്യാൻ ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേവിയും NDRFും
ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ചേരുന്നു. അപ്പോൾ പൂർണ്ണമായ ഒരു തെരച്ചിൽ വിവിധ സ്പോട്ടുകളിൽ ഇന്ന് നടത്തും. ഒരുപക്ഷെ ഈ ദിവസം കൊണ്ട് ഇതിനൊരു മറുപടി ലഭിക്കുന്ന രീതിയിലായിരിക്കും. ഈശ്വർ മാൽപ്പെ അതിൽ വളരെ കമ്മിറ്റഡ് ആണ് എന്ന് അദ്ദേഹം രാവിലെ തന്നെ പറയുകയുണ്ടായി. സ്വന്തം മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വാർത്ത പൂർണ്ണമായി സ്ഥിരീകരിച്ച് നൽകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുള്ളതുപോലെ തോന്നി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ന് രാവിലെ ഞാൻ കേട്ടപ്പോൾ. എന്തായാലും അദ്ദേഹം 3-ാം തവണ തെരച്ചിലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. NDRF-ഉം അതുപോലെ നമ്മുടെ ഇന്ത്യൻ നേവിയും ഈ ദൗത്യ സംഘാംഗങ്ങളായി ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ചേരുന്നു എന്ന് പറയുമ്പോൾ ഗംഗാവാലി പുഴയുടെ അഗാധങ്ങളിൽ എന്ത് ദുരൂഹമായ വാർത്തയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നറിയാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഗംഗാവാലി പുഴയുടെ 2 തീരത്തും ഒരുപാട് മണിക്കൂർ ചെലവഴിച്ച ആളാണ് നമ്മുടെ ആഷ്മി. അതുകൊണ്ട് തന്നെ ഹാഷ്മിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. എസ് കെ ഉറപ്പായും ഈ നേവിക്ക് അനുമതി കിട്ടിയെന്നുള്ള വാർത്ത ആശ്വാസകരമായ വാർത്തയാണ്. നമ്മൾക്കറിയാം അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അതാദ്യം റിസ്ക് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. നേവി ഡിങ്കി ബോട്ടിൽ തന്നെ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് പുഴയുടെ ആഴത്തിലെ കുത്തൊഴുക്ക് അടിയൊഴുക്ക് കണ്ടെത്തുന്ന ആ പരിശോധന, റിസ്ക് അനാലിസിസ് പരിശോധന. ആ റിസ്ക് അനാലിസിസ് പരിശോധന പൂർത്തിയാക്കുന്നതിന് ശേഷമാണ് നേവി സംഘത്തിന് ഡൈവ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടാവുക. ഇപ്പോൾ ഈ പുഴയിൽ നേവി പ്രാഥമികമായ പരിശോധന നടത്തുന്നുവെന്ന് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നുണ്ട്. പ്രാഥമിക പരിശോധന നടത്തുകയും ഈ പുഴയുടെ ആഴം, പുഴയുടെ വേഗം, അതുപോലെ അടിയൊഴുക്ക് ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും വളരെ ശാസ്ത്രീയമായി ഇതിൻ്റെ അഗാധങ്ങളിലേക്ക് ഇന്ത്യൻ നേവി അർജുൻ്റെ ലോറിക്കും വേണ്ടി മുങ്ങിത്തപ്പുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മുടെ വാർത്താ സംഘം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രാഥമിക പരിശോധന നടത്തി കഴിഞ്ഞുവെന്ന് വാർത്ത വരുന്നുണ്ട്. പ്രാഥമിക പരിശോധന ഉറപ്പായും ഈ പുഴയുടെ സ്വഭാവം പഠിക്കലാണ്. കാര്യം നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോഴൊക്കെ 6-8 നോട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പ്രാണന് ഭീഷണിയാകുന്ന ആഴത്തിലെ കുത്തൊഴുക്കാണ്. അതെന്തായാലും മാറിയിരിക്കുന്നു. ഇപ്പോൾ 2-3 എന്ന കുത്തൊഴുക്കിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ കുത്തൊഴുക്കെന്ന് പറയാൻ കഴിയില്ല, ശാന്തമായി ഒഴുകുന്ന പുഴ. അപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ അന്ന് പറയുമായിരുന്നു സ്കെൻ ഈ മാസം ഈ ഗംഗാവലി പുഴ മഴ പെയ്യുമ്പോൾ ഈ പരുവത്തിലാണ് ഒഴുകുക എന്ന് പറഞ്ഞു. ആ മാസം കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ. പുഴ ശാന്തമായിരിക്കുന്നു. ഇതാണ് ഏറ്റവും ദ ബെസ്റ്റ് ടൈം എന്ന് ഉറപ്പായും പറയാം. കാര്യം ഈ പുഴയുടെ ആഴത്തിൽ കിടക്കുന്ന മണ്ണൊക്കെ ഏതാണ്ട് മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് പുഴയുടെ ഈ തെളിഞ്ഞ ഒഴുക്ക്. പുഴ നന്നായി തെളിയുന്നത് ഈ പുഴയുടെ മുകൾ തട്ടിൽ മാത്രമല്ല, ആഴത്തിൽ അടിത്തട്ടിലും പുഴ നന്നായി തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നേവിയുടെ 2 അംഗങ്ങൾ തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. അവരെ ഈ പുഴയുടെ അഗാധങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി നേവി സജ്ജമാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും ചില ചാനലുകളിലും ഒക്കെ തന്നെ വരുന്ന ചില വാർത്തകൾ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയാണ്. പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഒരുപക്ഷെ ജീവനോടെ അർജുനെ മടക്കി കിട്ടും എന്നൊക്കെയുള്ള ചിന്തകൾ പ്രചരിക്കാൻ കാരണമാകും. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു, ആ യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടേ മതിയാകൂ. നമുക്കങ്ങനെ ഒരു യൂട്യൂബ് പ്രേക്ഷകൻ കഴിഞ്ഞ ദിവസം എഴുതുകയുണ്ടായി, നമ്മുടെ ദൗത്യസേനാംഗങ്ങളുടെ തോളിൽ പിടിച്ച് അർജുൻ നടന്നു വരുന്ന രംഗമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതൊക്കെ സ്വപ്നം കാണാം എന്നല്ലാതെ നമുക്കതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നില്ല. അതേസമയം നമ്മുടെ ഈ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ, ആ ദുരൂഹത മാറ്റാൻ ഇന്നത്തെ ഈ ദൗത്യസംഘ അംഗങ്ങൾക്ക് കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതേസമയം നമ്മൾ എന്തൊക്കെ ആയിരിക്കാം ഇതേപോലൊരു പുഴയിൽ ഒരു ലോറിയും ഒരു ഡ്രൈവറും വീണാൽ സംഭവിക്കുക എന്നുള്ള കാര്യം ആ യാഥാർത്ഥ്യ ബോധത്തിൽ ചവിട്ടി നിന്ന് വേണം നമ്മൾ ഇന്നത്തെ തെരച്ചിലിനെ കാണേണ്ടത് എന്നുകൂടി നമ്മൾ പറയുകയാണ്. വികാരപരമായി നമ്മൾ ഇതിനോട് പ്രതികരിച്ചിട്ട് ഒരു അടിസ്ഥാനമില്ല. ശാസ്ത്രീയമായി തന്നെ നമ്മൾ ചിന്തിക്കണം. കാരണം ഈ വളരെ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയ ഒരു പുഴ, വളരെ അഗാധങ്ങളിൽ വലിയ അടിയൊഴുക്കുള്ള പുഴ, ലോറിയോടെ ഒരാൾ ഈ പുഴയിലേക്ക് വരുന്നു. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ കടന്നുപോയി. അപ്പോൾ ഈ പ്രതീക്ഷാ നിർഭരം എന്ന് നമ്മൾ പ്രയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി നമ്മൾ പറയുന്നു. ഇതിനോട് തീർച്ചയായിട്ടും അർജുൻ്റെ സഹോദരിയും അർജുൻ്റെ ഭാര്യയും ആ കുടുംബവും നേരത്തെ തന്നെ പൊരുത്തപ്പെട്ടിരുന്നു. അവർ നമ്മോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ഈ മൃതദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എവിടെ കണ്ടെത്താൻ കഴിയും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തീരുമാനമുണ്ടാകണമെന്നായിരുന്നു അവർ പ്രേക്ഷകരോട് പറഞ്ഞത്. ആ യാഥാർത്ഥ്യബോധം പ്രേക്ഷകർ കൂടി ഉൾക്കൊള്ളണം എന്നുകൂടി ഞങ്ങൾ പറയുകയാണ്. നാവികസേന ഈ 4ാമത്തെ സ്പോട്ടിൽ നിന്നായിരിക്കും ഡൈവ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. ഈ നേവിയുടെ ഒരു സംഘം ആ മൺകൂനയുടെ സമീപം ചേരുകയാണ്. ഇപ്പോൾ ഈ 4ാമത്തെ സ്പോട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേവി ഡൈവേഴ്സ് 2 പേർ ഇപ്പോൾ ഈ പുഴയുടെ ആഴത്തിലേക്ക് പോകും.